ഇനി വാഴത്തട കൊണ്ടിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഈ വാഴത്തട കിച്ചടി നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ചിലരൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം, ചിലർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വാഴത്തട റൗണ്ടിൽ ആദ്യം അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി അതിന് നീളത്തിന് അരിയണം. നമ്മൾ വെള്ളരിക്ക കിച്ചടിക്ക് അരിയുന്ന അതേ രൂപത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കണ്ട ഇതുപോലെ അരിഞ്ഞെടുക്കാം. നീളത്തിൽ വട്ടത്തിൽ ആദ്യം അരിഞ്ഞതിന് ശേഷം പിന്നീട് അത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കഴുകി ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഗ്യാസിലോട്ട് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റോളം ഇത് വേവണം, എങ്കിലേ ഈ വാഴത്തട നല്ലവണ്ണം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. വാഴത്തടയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്ന സാധനമാണ്. ഇപ്പോൾ ഈ വാഴത്തട കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ വാഴ വെട്ടിക്കളയുമായിരുന്നു ഈ തടയൊക്കെ, അത് അന്നത്തെ ഒരു കാലം. അത് വേവുന്ന സമയം ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരല്പം ജീരകം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇപ്പോൾ ഇട്ടരയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അരഞ്ഞതിന് ശേഷം പച്ചമുളക് ഇട്ടാൽ മതി. കാരണം ഇല്ലെങ്കിൽ മഷി പോലെ അരഞ്ഞു പോവും പച്ചമുളക്. അങ്ങനെ വേണ്ട. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം തേങ്ങ. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളക് ഒരുപാട് അരയത്തുമില്ല, ചെറുതായിട്ട് പച്ചമുളക് കാണും. ഇങ്ങനെ ഈ രൂപത്തിൽ പച്ചമുളക് കിടക്കണം. കണ്ടോ, ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി തിളയ്ക്കാൻ വെച്ചിരുന്ന വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നല്ലവണ്ണം വെന്തു. വാഴത്തട നമുക്ക് എടുത്ത കയ്യിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കൂട്ട് നല്ലവണ്ണം ചൂടായാൽ മതി. തിളച്ചു എന്ന് പറഞ്ഞ കുഴപ്പമില്ല, പിരിഞ്ഞൊന്നും പോരാ. കാരണം തൈര് ഒഴിച്ചിട്ടില്ല, ഇനിയേ തൈര് ഒഴിക്കത്തുള്ളൂ. ഓഫ് ചെയ്തതിന് ശേഷം ഈ തൈര് കട്ട തൈരാണ്, നല്ലവണ്ണം സ്പൂൺ വെച്ചിട്ടോ വെച്ചിട്ടോ ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ജസ്റ്റ് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്ന ആ വാഴപ്പിണ്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി തീ ഇടേണ്ട ആവശ്യമില്ല, കാരണം എങ്കിൽ തൈര് പിരിഞ്ഞു പോകും. മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളി കിച്ചടി, വാഴപ്പിണ്ടി കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇത് ഒരു അടിപൊളി കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. കണ്ടാൽ വെള്ളരിക്ക കിച്ചടി പോലെ തന്നെ ഇരിക്കും. ടേസ്റ്റ് അതിൽ നിന്നും നല്ലതാണ്, കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഗുണവും അങ്ങനെ തന്നെയാണ്. വാഴത്തടയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളില്ല. ഇനി ചെയ്യേണ്ടത് ഒരു കടുതാളിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. പൊട്ടി വരുന്ന സമയം ഒരു വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടാൽ മാത്രം മതി. ഇതിൻ്റെ കടുതാളിപ്പിന് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി 2 കറിവേപ്പില കൂടെ ഇടാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കിച്ചടിയിലോട്ട്, അല്ലെങ്കിൽ പച്ചടി എന്ന് പറയും, കിച്ചടി എന്ന് പറയും, ഓരോടത്ത് ഓരോ രീതി പറയും. ഞങ്ങളൊക്കെ ഇവിടെ കിച്ചടി എന്നാണ് പറയുന്നത്. കിച്ചടിയിലോട്ടൊന്ന് ഒഴിക്കാം. നല്ലവണ്ണം മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി നോക്കിയാൽ നമുക്ക് നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ വച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കിച്ചടി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വലിയ ഉപകാരമാകും. എല്ലാവർക്കും ഇത് അറിയത്തില്ലായിരിക്കാം, ഈ കിച്ചടി, വാഴത്തട കിച്ചടി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ചൂടോടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ബായ്.